ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മുടെ 66-ാമത്തെ പാർട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടാത്തവർ കമൻ്റ് ഇടണം. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? നമുക്ക് പുതിയൊരു സ്റ്റോറി വരുന്നുണ്ട്. അപൂർണരാഗത്തിന് ശേഷം 6 മണിക്ക് ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. അടിപൊളി സ്റ്റോറിയാണ്, റീപോസ്റ്റഡ് സ്റ്റോറിയാണ്. പക്ഷേ അടിപൊളി, നല്ല രസമാണ് അത് കേൾക്കാൻ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്താലാണ് ആ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. സബ് ചെയ്യാത്തവരോടാണ് പറയണേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. മുറിയുടെ 3 ഭാഗവും മൊത്തം ഷെൽഫുകളാണ്. അതിൽ നിറയെ പലതരത്തിലുള്ള മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിനക്ക് വേണ്ടിയാണോ ശിവ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഹായ്, നല്ല രസമുണ്ടല്ലോ, അത് പറഞ്ഞ അവൾ ചെയറിലിരുന്ന് ഒന്ന് കറങ്ങി. തല കറങ്ങി മണ്ടയടിച്ച് താഴെ വീഴാൻ നിൽക്കണ്ട, ചെയർ പിടിച്ച് നിർത്തിക്കൊണ്ട് ശിവ പറഞ്ഞു. അപ്പോഴാണ് റൂമിലെ ചുവരിൻ്റെ ഒരു വശത്ത് മാത്രം ഷെൽഫിലായി ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിരിക്കുന്നു അവൾ കണ്ടത്. ഇതെന്താ ശിവ, ഇതിലൊന്നുമില്ലല്ലോ, ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ? അവൾ അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല, അതെല്ലാം ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ കുടിച്ചു തീർത്താണ്. എന്ത്, ഇത്രയും കുപ്പികളാ? അവൾ ചെയറിൽ നിന്ന് എണീറ്റുകൊണ്ട് ചോദിച്ചു. അതെ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇത്രയുമൊക്കെ കുടിച്ചിട്ട് നിനക്കൊരു അസുഖം വന്നില്ലേ? പാറുണ അത്ഭുതം മാറാതെ തന്നെ ചോദിച്ചു. മരണത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോയി തിരിച്ചു വന്ന ആളാ, കാലന് പോലെ തന്നെ വേണ്ടെന്ന് തോന്നുന്നു. ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാലന് വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണം മനുഷ്യ. അതല്ലേ മരണത്തിൽ നിന്ന് നീ തിരിച്ചു വന്നതും വിധി എൻ്റെ അരികിൽ നിന്നെ എത്തിച്ചതും, പാറുണ മനസ്സിൽ വിചാരിച്ചു. ശിവ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബും വേറെ എന്തൊക്കെയോ ഇടുന്നുണ്ട്. ഇതെന്താ? അവൾ സംശയത്തോടെ ചോദിച്ചു. സ്കോട്ടിഷ് വാമ്പയറാണ്. സ്കോട്ടിഷ് വാമ്പയറോ? അതെന്താ സാധനം? നീ കോക്ടെയിലിന് കേട്ടിട്ടുണ്ടാ? കോക്ടെയിലാ? അവൾ വീണ്ടും ചോദിച്ചു. നിനക്കിനി അത് പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കണ്ടു വയ്യ. നീ ഇനി ഒന്നും പറയണ്ട, എനിക്കും വേണത്, പാറുണ അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇതൊന്നും നിന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല. അതെന്തെങ്ങനെ? നിനക്ക് കുടിക്കാമെങ്കിൽ എനിക്കും കുടിക്കാം, എനിക്കും വേണം, അവൾ വാശിയോടെ പറഞ്ഞു. ഓക്കെ വെയിറ്റ്, അത് പറഞ്ഞ് ശിവ ഒരു ഗ്ലാസ് കൂടെ എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ടു. ഇതൊക്കെ എന്താ സാധനം? ഇതെങ്ങനെയാ നീ ഉണ്ടാക്കിയേ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക, അതിൽ ഒരു 60 ml വിസ്കി, 45 ml റെഡ് വെൽവെറ്റ്, കൊക്കാറിയോ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് വാമ്പയർ കേട്ടാ. അവൻ ഗ്ലാസ് പാറുണയ്ക്ക് നേരെ നീട്ടി. അവൾ അതൊന്ന് മണത്ത് നോക്കി. നല്ല മണക്കുണ്ടല്ലോ, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവുമല്ലേ? അവൾ അത് പറഞ്ഞ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. ഒരു സിപ്പ് എടുത്തതും അവൾ വൊമിറ്റ് ചെയ്യാൻ ചെയറിൽ നിന്ന് എണീറ്റു. ഇതാണോ മനുഷ്യൻ നിങ്ങളിങ്ങനെ കുടിച്ചു കയറ്റണേ? അയ്യോ, എൻ്റെ തൊണ്ട വേനയ്ക്കാൻ തുടങ്ങി. എന്തിരിച്ചാ വർപ്പത്? അതില്ലേടി ഞാൻ നിന്നോട് പറഞ്ഞേ, ഇത് നിന്നെ കൊണ്ട് കുടിക്കാൻ പറ്റുന്ന സാധനമല്ലാന്ന്. അപ്പം നിനക്ക് ഒറ്റ നിർബന്ധം, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ, റൂമിലേക്ക് പോവാൻ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അവൾ കയ്യിലുള്ള ഗ്ലാസ് കൗണ്ടർ ടോപ്പിൽ വെച്ച് റൂമിലേക്ക് നടന്നു. ഡി, വാതിലിനരികിലെത്തിയ ശിവ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താടാ? അവൾ അതേ രീതിയിൽ തിരിച്ചു വിളിച്ചു. ഇങ്ങോട്ടൊന്നു വാ. അത് കേട്ട് പാർവണ അവൻ്റെ തൊട്ടരികിലേക്ക് വന്നു. നീ ഇങ്ങോട്ടെങ്ങനെ ഇടിച്ചു കയറി വരണേ? കുറച്ച് ഗ്യാപ്പിട്ട് നിന്നാ മതി. തൻ്റെ അരികിലെത്തിയ അവളെ നോക്കി ശിവ പറഞ്ഞു. ഇത്ര ഗ്യാപ്പിട്ട് നിന്നാ മതിയോ തമ്പ്ര? പാർവണ പിന്നിലേക്ക് 2 അടി നീങ്ങി കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു. ആ മതി. എന്നെന്തിനാടി ഇങ്ങനത്തെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞാലും, അവൾ അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു. നീ എന്തായാലും റൂമിലേക്ക് പോവല്ലേ, ഇതൊന്ന് ചാർജിനിട്ടേക്ക്, കയ്യിലുള്ള ഫോൺ നീട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു. ഓ, ഇതായിരുന്നാ? അവൾ പുച്ഛത്തോടെ പറഞ്ഞ് ഫോൺ വാങ്ങി റൂമിലേക്ക് പോയി. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ശിവയുടെ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയെങ്കിലും ലോക്കായിരുന്നു. അവൾ ഫോണുമായി താഴേക്ക് നടന്നു. ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം കുടിച്ചപ്പോൾ തൊണ്ടയ്ക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി.
അവൾ തിരികെ വന്ന് ഫോൺ ചാർജിനിട്ടതും അതിലേക്ക് ഒരു കോൾ വന്നതും ഒരുമിച്ചായിരുന്നു. ശിവാനി കോളിംഗ്. ഇതാരാ ശിവാനി? അത് ഈ നട്ടപ്പാതിരത്തേക്ക് എന്തിനാ വിളിക്കണേ? അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ കണ്ണേട്ടാ, ഞാൻ എത്ര നേരമായി വിളിക്കണേ, എന്താ കോൾ എടുക്കാത്തെ? മറുഭാഗത്ത് നിന്ന് ചോദിച്ചു. കണ്ണേട്ടനാ? പറഞ്ഞ അത്ഭുതത്തോടെ ചോദിച്ചു. ഇതാരാ സംസാരിക്കണേ? ഇത് കണ്ണേട്ടൻ്റെ ഫോണല്ലേ? ഞാൻ അവൻ്റെ അപ്പോഴേക്കും ശിവ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കോള് കട്ട് ചെയ്തു. നീ ആരോട് ചോദിച്ചിട്ട് എനിക്ക് വന്ന കോള് പിക്ക് ചെയ്തേ? ഇതിപ്പോ നല്ല കൂത്തായത്. എൻ്റെ ഭർത്താവിന് വന്ന കോള് എന്താ എനിക്കെടുത്തൂടെ? അവൾ കൈകൊട്ടിരുന്നുകൊണ്ട് ചോദിച്ചു. നീ ഇപ്പൊ കോൾ എടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകുമെന്നറിയോ? എന്തായാലും അത് നീ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ശിവ ദേഷ്യത്തോടെ പറഞ്ഞ ബെഡിൽ വന്ന് കിടന്നു. പറ ശിവ, ആരാവള്? പാറുണ അവന്റെ അരികിൽ വന്നിരുന്നു. എവള്? നിന്നെ വിളിച്ച ശിവാനി ആരാന്ന്? അതെന്റെ ആന്റിയുടെ മോളാണ്. ആന്റിയുടെ മോളെന്ന് പറയുമ്പോ നിന്റെ മുറപ്പെണ്ണല്ലേ? അതെ. അവളെന്തിനാ നിന്നെ ഈ സമയത്ത് വിളിക്കണേ? അവള് US-ലാണ്. ഇവിടെ നൈറ്റ് ആകുമ്പോ അവിടെ ഡേ ടൈം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ നിന്റെ CBI ക്വസ്റ്റ്യൻ ചെയ്യില്. ഇനി ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ? അത് പറഞ്ഞ അവൻ തലവഴി പുറപ്പെട്ടു. എൻ്റെ മഹാദേവ, ഇവറ്റുകളെല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തേക്കാണല്ലോ. ഒരു ഭാഗത്ത് സത്യ, ഇനി അത് പോരാഞ്ഞിട്ട് USA എന്നുള്ള പുതിയ ഇറക്കുമതി. പാറണ പിറുപിറുത്തോണ്ട് വെടി വന്ന് കിടന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വില്ലത്തികൾ ഉണ്ടാവാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്തോ? അവൾ ആത്മകഥിച്ചു. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നിട്ടും പാറോണയ്ക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഇത്രയും കാലം ഉറക്കം കെടുത്തിയത് സത്യമായിരുന്നു. ഇപ്പൊ ആ കൂട്ടത്തിൽ ഉറപ്പുണ്ട് ശിവാനി കൂടെ. ശിവ. പാറോണ കുറെ നേരം കഴിഞ്ഞതും ശിവ ഉറങ്ങിയോന്നറിയാനായി പതിയെ വിളിച്ചു നോക്കി. ശിവ, നീ ഉറങ്ങിയ? അവൾ കുറച്ചുകൂടെ ശബ്ദത്തിൽ ചോദിച്ചു. പക്ഷെ മറുപടിയൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടതും അവൾ പതിയെ അവൻ്റെ അരികിലേക്ക് നീങ്ങി കിടന്നു. ശേഷം അവൻ്റെ നെഞ്ചിന് കുറുകെ വെച്ചിരിക്കുന്ന കൈ മാറ്റിക്കൊണ്ട് അവളുടെ നെഞ്ചിൽ തല വെച്ച് അവൾ കിടന്നു. സോറി ശിവ, എനിക്ക് ഇങ്ങനെ കിടന്നാലും ഉറക്കം വരും. അതാ, എനിക്കറിയാം നീ ഉറങ്ങിയിട്ടില്ല എന്ന്. കാരണം അത് പറഞ്ഞു ശിവ കണ്ണു തുറന്നു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അവൻ തല ഉയർത്തി അല്പം ചെരിഞ്ഞുകൊണ്ട് ചോദിച്ചു. യുവർ ഹാർട്ട് ബീറ്റ് അത് ഹൈ സ്പീഡാണ്. സാധാരണ ഉറങ്ങുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമലായിരിക്കും. പാറോണ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അത് കണ്ടതും ശിവ പെട്ടെന്ന് അവൻ്റെ നോട്ടം തിരിച്ചു. നിന്നെ കണ്ണെന്നാണ് വിളിക്കുക ശിവ? അവൾ ആർദ്രമായി ചോദിച്ചു. പക്ഷെ മറുപടിയായി ശിവ ഒന്നും മിണ്ടിയില്ല. അത് കണ്ടതും പാറോണ അവൻ്റെ നെഞ്ചിൽ നിന്ന് എണീറ്റ് അവൻ്റെ അരികിൽ തന്നെ ചമ്പ്രം പഠിച്ചിരുന്നു. പറ ശിവ, നിന്നെ കണ്ണെന്നാണ് വിളിക്കുക? അവനെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്കെന്താണ്ട് മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ നീ ഉറങ്ങിക്കോ. പക്ഷെ ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? അതെ, എന്നെ ചെറുപ്പത്തിൽ എല്ലാവരും കണ്ണെന്നാ വിളിച്ചിരുന്നേ. അതായിരിക്കല്ലേ ആ പെൺകുട്ടി നിന്നെ കണ്ണേട്ടാന്ന് വിളിച്ചത്? ആയിരിക്കും. അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. ഞാനും നിന്നെ കണ്ണേട്ടാന്ന് വിളിക്കട്ടെ? അവൾ ചോദിച്ചു. വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? നല്ല പേരല്ലേ? പിന്നെ ദേവും പറഞ്ഞു ഭർത്താവിനെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല എന്ന്. എനിക്കാണെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി ശിവേട്ടാന്ന് വിളിക്കാൻ തോന്നണില്ല. കണ്ണേട്ടാന്ന് ആകുമ്പോ ഒരു രസമൊക്കെ ഉണ്ട്. നിന്നോട് ലെടിയെന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞേ. എനിക്ക് ആ പേരിനോട് തന്നെ വെറുപ്പാണ്. ദേഷ്യത്തോടെ പറഞ്ഞു ശിവ തിരിഞ്ഞു കിടന്നു. അയ്യോ സോറി ശിവ, ഞാൻ വെറുതെ ചോദിച്ചാ. ഞാൻ നിന്നെ ശിവ എന്ന് തന്നെ വിളിക്കാം. നീ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും പ്ലീസ്, അവൾ അപേക്ഷാപൂർവം പറഞ്ഞു. എങ്കിലും അവൻ കേൾക്കാതെ പോലെ കിടന്നു. ശിവ. അവൾ അവൻ്റെ കയ്യിൽ തട്ടി വിളിച്ചെങ്കിലും അവനൊരു മൈൻഡും ഇല്ല. അത് കണ്ടതും പാറോണ ബെഡിൽ നിന്ന് ഇറങ്ങി അവൻ തിരിഞ്ഞു കിടക്കുന്ന സൈഡിൽ വന്നു നിന്നു. അത് കണ്ട് ശിവ എന്താ എന്ന ഭാവത്തിൽ അവളെ നോക്കി. പാറോണ അവനെ തള്ളി നീക്കി അവൻ്റെ അടുത്ത് കിടന്നു. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കാൻ. അപ്പം നിനക്ക് പറ്റില്ല. നിനക്ക് എന്തൊരു അഹങ്കാരമാണ് ശിവ. ഞാനിങ്ങനെ പിന്നാലെ വരുന്നതുകൊണ്ടല്ല നീ ഇങ്ങനെ എന്നോട് പെരുമാറണേ. ഒരു ദിവസം ഞാൻ ഇല്ലാതാവുമ്പോൾ നിനക്ക് എൻ്റെ വില മനസ്സിലാവും. പാറോണ അവനെ നോക്കി പറഞ്ഞത് ശേഷം അവനെ കെട്ടിപ്പറിച്ചുകൊണ്ട് കിടന്നു. അവൻ്റെ ഹൃദയതാളം കേട്ട് പാറോണ എപ്പോഴോ ഉറങ്ങിപ്പോയി. ശിവയുടെ കൈകളും എപ്പോഴോ അവളെ ഉറക്കത്തിൽ ചേർത്ത് പിടിച്ചിരുന്നു, അവൻ പോലും അറിയാതെ. രാവിലെ ശിവയാണ് ആദ്യം ഉറക്കുണർന്നത്. പാറോണയെ ചേർത്ത് പിടിച്ച അവൻ്റെ കൈകൾ അവൻ പതിയെ എടുത്തു മാറ്റി.
ശേഷം ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാനായി പോയി. ഹോസ്പിറ്റലിലേക്ക് പോവാനായി ശിവ റെഡിയായിട്ടും പാറുണ ഉറക്കമുണർന്നില്ല. അതുകൊണ്ട് അവൻ അവളെ വിളിച്ചുണർത്താതെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. പാറുണ ഉറക്കെണീറ്റ് നോക്കുമ്പോൾ സമയം 9 മണി കഴിഞ്ഞിരുന്നു. ശിവയെ വീട്ടിൽ മുഴുവൻ നോക്കിയിട്ടും എവിടെയും കാണാനില്ല എന്ന് കണ്ടതും അവൾ ഫോൺ എടുത്ത് അവനെ വിളിച്ചു. ശിവ, നീ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലുണ്ട്. എന്നിട്ട് നീ എന്ത് രാവിലെ എന്നോട് പറയാതെ പോയേ? നീ ഉറങ്ങായിരുന്നു, അതുകൊണ്ട് വിളിച്ചുണർത്തി ശല്യം ചെയ്യണ്ടെന്ന് കരുതി. പാറുണ, ഞാൻ പിന്നെ വിളിക്കാം, ഇവിടെ കുറച്ച് തിരക്കുണ്ട്. അത് പറഞ്ഞ ശിവ കോള് കട്ട് ചെയ്തു. എന്നാലും രാവിലെ എന്നെ ഒന്ന് വിളിക്കായിരുന്നു. സാരമില്ല, എന്തായാലും വൈകുന്നേരം അവനെ കാണാലോ. പോയി അവനില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും തള്ളി നീക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവൾ ആത്മഹതിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങി ബാത്റൂമിൽ പോയി ഫ്രഷായി. താഴെ ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുത്തു വെച്ചിരുന്നു. രാവിലത്തേക്ക് ദോശയും ചമ്മന്തിയായിരുന്നു. അവൾ അതെല്ലാം കഴിച്ച് പാത്രം കഴുകി വെച്ചു. ശേഷം ടിവിക്ക് മുന്നിൽ വന്നിരുന്നു. ഉച്ചവരെ TV കണ്ട് സമയം കളഞ്ഞു. അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങാനായി റൂമിലേക്ക് വന്നു. സമയം ഉച്ചയായില്ലേ? ശിവയുടെ തിരക്കുകളെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ ഫോൺ എടുത്ത് നോക്കി. ശിവ ഓൺലൈനിലുണ്ടല്ലോ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ തിരക്കാന്നല്ലേ. തിരക്കുള്ള ആളെങ്ങനെ ഓൺലൈനിൽ വരിക? അത് പറഞ്ഞവൻ ശിവയ്ക്ക് വീഡിയോ കോൾ ചെയ്തു. ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൻ കോൾ എടുത്തു. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ ഒരുപാട് ക്ഷീണമുള്ളതുപോലെ പാറുണയ്ക്ക് തോന്നി. നീ കഴിച്ചോ? കഴിച്ചു ശിവ, നീയോ? ഇല്ല, സമയം കിട്ടിയില്ല, ഇപ്പോഴാണൊന്ന് ഫ്രീ ആയേ. നിന്റെ കോൾ എന്തെങ്ങനെ? നീ കുളിച്ചില്ലേ? ശിവ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, രാവിലെ നല്ല തണുപ്പൊക്കെ അതുകൊണ്ട്. അവൾ വളിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പണി എന്താ, ഹീറ്റർ ഉണ്ടല്ലോ, പിന്നെന്താ കുളിച്ചാ? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. ഇനിയിപ്പോ ഉച്ചയായില്ലേ, അതുകൊണ്ട് വൈകുന്നേരം കുളിക്കാം. പോയി കുളിക്കടി മാറി. കുളിക്കൂല, നനയ്ക്കൂല, ഏത് സമയം തീറ്റ ഉറക്കാൻ വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് ശിവയെ വിളിച്ചു. 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം, അവൻ സിസ്റ്ററോട് പറഞ്ഞു. പാറുണ, ഞാൻ കോള് കട്ട് ചെയ്യാം, നീ പോയി കുളിക്ക്, ബൈ. അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എന്തായാലും ശിവ ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ, കുളിച്ചേക്കാം. അത് പറഞ്ഞവൾ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. എടാ ആരു, നീ തിരക്കിലാണോ? രശ്മി അർണവിനെ വിളിച്ചോണ്ട് ചോദിച്ചു. ഇല്ലടി, എന്ത് തിരക്ക്, വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുക. അതെന്താ, നീ ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഞാൻ ഓഫീസിൽ പോയിട്ട് ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു. അതെന്താ, നിനക്ക് സുഖമില്ലേ? അതെന്താന്നാ, ഒരുത്തി ഞങ്ങളെല്ലാവരും നാണം കെടുത്ത് ഇറങ്ങിപ്പോയില്ലേ, അവള് തന്നെ കാരണം. അതുകൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങിയ ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ഞാൻ മാത്രല്ല, വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങണില്ല. ആരും ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. എടാ, നീ വിചാരിക്കും പോലെ ഒന്നല്ല തുമ്പിച്ചേച്ചിയുടെ കാര്യം. രശ്മി, നീ അവളെ കുറിച്ച് പറയാനാണോ വിളിച്ചേ? ആണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ, പക്ഷെ അത് ഫോണിലൂടെ പറ്റില്ല. നമുക്ക് നേരിട്ട് കണ്ടാലോ? നീ എപ്പോഴാ ഫ്രീ ആവുക? ഞാൻ എപ്പോഴും ഫ്രീ തന്നെയാ. നിന്റെ സമയം നീ പറയും, ഞാൻ വരാം. ശരി, നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റന്നാ ഞാൻ ഫ്രീ ആവാം. ശരി, മറ്റന്നാങ്കിൽ മറ്റന്നാ. എന്നാ ശരി, ബാക്കി കാര്യം നേരിട്ട് കാണുമ്പോൾ പറയാം. അത് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു. ICUലെ ഡ്യൂട്ടി കഴിഞ്ഞ് ശിവ പുറത്തിറങ്ങിയതോ അവന്റെ ഫോണിലേക്ക് ദേവയുടെ കോൾ വന്നു. വാട്ട്? എപ്പോ? എല്ലാ മാരണങ്ങളും ഒരുമിച്ച് എന്റെ തലയിലേക്കാണല്ലോ. ഓക്കെ, എന്തായാലും ഞാനിപ്പോ വരാം. അത് പറഞ്ഞ് ശിവ കോള് കട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. സമയം 6 മണി കഴിഞ്ഞു. എന്നിട്ട് ശിവയെ കാണുന്നില്ല. സാധാരണ 5 മണിക്കുള്ളിൽ അവൻ വരുന്നതാണ്. പാറുണ ഓരോന്നോർത്തുകൊണ്ട് ബാൽക്കണിയിലെ ഹാങ്ങിങ് ചെയറിലിരുന്നു. ശിവയ്ക്ക് ഇപ്പം എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളിൽ പിടിച്ച് എനിക്ക് കയറണം. എന്നിട്ട് കയറി അവൻ്റെ മനസ്സിലും കയറി പറ്റണം. ശിവ ഫോണിൽ കുറേ നേരം ഇരുന്ന് കളിച്ചെങ്കിലും സമയം പോകുന്നില്ല. 8 മണിയായത് അവൾക്ക് എന്താ പേടിയാവാൻ തുടങ്ങി. ശിവ ഇത്രയും നേരം ഒന്നും ലേറ്റ് ആവാറില്ലല്ലോ. പാറുണ പലതവണ ശിവയുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് അവൾ പേടിയോടെ ദേവിയെ വിളിച്ചു. ദേവേട്ടാ, ശിവ എവിടെയാണെന്നറിയോ? അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അവനെവിടെ ഉണ്ട് പാറു? നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, അവൻ അവിടെ ഉണ്ടാ. ഞാനവിടെ ഒറ്റയ്ക്കായിട്ട് എത്ര നേരമായി അവനെ കാത്തിരിക്കണു.
അവൻ തിരക്കിടയിൽ മറന്നായിരിക്കും. ഞാൻ ഡ്രൈവറോട് വരാൻ പറയാം, നീ അതിൽ കയറി ഇങ്ങോട്ടേക്ക് വാ. എനിക്കൊരു ഡ്രൈവറേയും സഹായം വേണ്ട, എനിക്ക് 2 കാലുണ്ട്, അത് വെച്ച് നടന്നു വരാൻ എനിക്കറിയാം. അത് പറഞ്ഞ അവൾ ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്തു. എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവൻ വീട്ടിൽ പോയിരിക്കണു. രാവിലെ എന്നോട് പറയാതെ തന്നെ ഹോസ്പിറ്റലിലേക്കും പോയി. അല്ലെങ്കിൽ ഞാൻ ആരാ എന്നോട് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ? അവൾ പെരുവീർത്തോണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. വാതില് പൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയത് ഡ്രൈവർ കാറുമായി വന്നിരുന്നു. എനിക്ക് നിങ്ങളുടെ കാറും വേണ്ട, ലോറിയും വേണ്ട, ഞാൻ നടന്നു വന്നോളാം. മാഡം, സാർ മാഡത്തിന് പിക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടതാണ്. അന്ന് നിങ്ങളുടെ സാറിനോട് പറഞ്ഞേക്ക് ഞാൻ വികലാംഗി ഒന്നല്ല, എനിക്ക് നടന്നു വരാൻ അറിയാന്ന്. അത് പറഞ്ഞ് അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ശിവയോടുള്ള ദേഷ്യത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്കിലും കുറച്ചു നേരം നടന്നപ്പോഴേക്കും പാർവണയ്ക്ക് ആകെ വയ്യാതായിരുന്നു. റോഡിൽ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ടും ആൾക്കാരുള്ളത് കൊണ്ടും അവൾക്ക് അധികം പേടിയൊന്നും തോന്നിയില്ല. പാർവണ നടന്നു വീട്ടിലെത്തുമ്പോഴേക്കും സമയം 9:30 കഴിഞ്ഞിരുന്നു. ശിവ, ശിവ! പാർവണ ഹാളിലേക്ക് കയറിക്കൊണ്ട് ഉറക്കി വിളിച്ചു. അവളുടെ വിളി കേട്ട് മുകളിൽ നിന്ന് ശിവയും അതിന് പിന്നാലെ ദേവയും താഴേക്ക് വന്നു. നിനക്ക് എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വരായിരുന്നില്ലേ? ഞാൻ നിന്നെ കാണാതെ അവിടെ എത്ര പേടിച്ചു എന്നറിയോ? പാർവണ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പതിയെ പറയടി. ശിവ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. ഞാനാണ് ഇതുപോലെ ചെയ്തെങ്കിൽ നീ ക്ഷമിക്കോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ, ചോദിക്കാതെ പോവാം, ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങളെ കാണാതെ പേടിച്ചിരുന്ന ഞാനൊരു മണ്ടത്തി. അത് പറയുമ്പോൾ പാർവണയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എടി, ഞാനൊന്ന് പറയട്ടെ, നീ ആദ്യം ഒന്ന് ശബ്ദം കുറയ്ക്കേ. അത് പറഞ്ഞ് ശിവ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. കണ്ണേട്ടാ! ഒരു പെൺകുട്ടി മുകളിൽ നിന്ന് ശിവയെ വിളിച്ച് താഴേക്ക് വന്നു. അത് കണ്ട് ശിവ പെട്ടെന്ന് പാർവണയിൽ നിന്ന് അകന്നു മാറി. അപ്പോൾ ശിവാനി അടുത്ത മരണമായിട്ട് വന്നേക്കുവാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടോ. ഈ വെള്ളീനെ കണ്ട് ഞാൻ തോറ്റു. ഈ വെള്ളി എന്നെ കണ്ട പൂവുള്ളതെന്ന് തോന്നുന്നത്. അപ്പോൾ ബൈ, താങ്ക് യു.